ഹലോ ഗൈസ്, ഇതിലേക്ക് സ്വാഗതം. ശേഷം വീണ്ടും ഞങ്ങൾ വന്നു ഗൈസ്. അപ്പൊ ഇന്ന് ഞമ്മ കാസർഗോഡ് സയ്യാറ മൂവിക്ക് ഒറ്റ മൈൻഡില് ചിലപ്പോ എത്തല ടൈം ഇപ്പോ 10:16. നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? കറക്റ്റ് 14 മിനിറ്റ്. ഇപ്പൊ എടുക്കെത്തി, ഇപ്പൊ പള്ളത്തടുക്കെത്തി. എത്ര 36 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ 10:16. വേറൊരു പണിയുണ്ട്. ഒരു ചങ്ങായി എറണാകുളത്ത് വരുന്നത്. ഓനെ പിക്കപ്പ് ആക്കാം. നോക്കാം, എത്താ നോക്കാം. ഡ്രൈവർ എത്തിക്കോ. 40 ടൈം കൊടുക്കാം. 24 മിനിറ്റ് ഉണ്ട്. ഡ്രൈവർ ഇന്ന് മാറി. എനിക്ക് പേടിയില്ല ഗൈസ്. പാട്ട് മറ്റേ നീ നോക്കണ്ട, നീ എന്തോ 3 മിനിറ്റിൽ പതിയെടുക്കെത്തി ഗൈസ്. കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര വിരിയും പോലൊരു മുൻപിൽ നൽകൂലേ. കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത്. എന്താവും എന്തായാലും ഒന്നാമത് മഴ കഴിച്ചു. അപ്പൊ ചവിട്ടാൻ പേടിയാണ്. സ്പീഡ് റൈഡ് പോകുന്ന സേഫ്റ്റി അല്ല. അപ്പൊ നല്ലൊരു ഫുഡ് സൈറ്റിലായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് ആയിട്ട് ഇന്നത്തെ വ്ളോഗ് ഫുഡിലേക്ക് മാറ്റി അതിനെ കൂട്ടിട്ട് ആ ചെക്കനെ നാട്ടിലേക്ക് തിരിച്ച് നമുക്ക് കഴിയാതായിട്ടല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കാണിക്കാം, എല്ലാം കാണിക്കാം. അപ്പൊ ഫിലിം എന്തായാലും ഫ്ലോപ്പായി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഫുഡ് അടിക്കാനായിട്ട് പോകുന്നപ്പോ ചെർക്കള പോന്നല്ല, കാഞ്ഞങ്ങാട് പോന്ന, നായ്മാർമുല തമാക്കി പോന്ന നല്ല കാര്യത്തില് സ്റ്റീം അടിച്ചോരും ഫുഡ് അടിക്കാൻ റീൽസ് തപ്പുക. റീൽസ് തപ്പുന്നുള്ളതാ. യൂട്യൂബുകാരോട് പറയാ അല്ലെങ്കിൽ പാട്ടിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മ വീഡിയോ ആക്കിയത്. എന്തിനു വേണ്ടി കോപ്പിറൈറ്റ് തരും? നമുക്ക് കോപ്പിറൈറ്റ് വീണ് കഴിച്ചു. അതിന് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് വീണ് കഴിച്ചു. അതിന് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അതല്ല ഗായ്സ്, എല്ലാവരും സൂപ്പിനെ കേൾക്കുന്നുണ്ട്. സൂപ്പ് നമ്മളൊക്കെ അധികം ഇപ്പൊ മിംഗ്ലാന്നില്ല. അതിനുകൊണ്ടാണ് അറിയുന്നില്ല എന്ത് കഥ അറിയല്ല. ബിസി പോയി സൂപ്പിനെ കുറെ ആൾ കമന്റിൽ കേൾക്കുന്നത്. വാളണ്ടിയർഡ് ആക്കാത്തല്ല, സൂപ്പിനെ കിട്ടുന്നില്ല. എന്താക്കുന്നത്? നമ്മൾ കാസർഗോഡ് എത്തി ഗൈസ്. ഡ്രൈവർ ഉസാറില്ല. ഗവൺമെന്റ് ഉഷാറില്ല. 27 മിനിറ്റിലാണ് എത്തി കാസർഗോഡ്. തക്കാശില് ഫുൾ ആൾക്കാരാണ്. വെയിറ്റ് ആക്കാനുള്ള ക്ഷമയില്ല. പൈച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ എത്തിയിട്ട് നമ്മ പോകുന്ന ഫിദാസിലേക്ക് പോവാം. അന്നത്തെ ഫിദാസ് അല്ല, ഇത് സെക്കൻഡ് ഔട്ട്ലെറ്റ് പറ. വേറെ ഫിദാസ്. വീഡിയോഗ്രാഫർ എന്തിനാ ഫുഡിന് വെയിറ്റിംഗ്. പട്ടിണി അങ്ങനെ വാസത്തരോ
ഫുഡ് വരുന്നില്ല, ടൈം എടുക്കുന്നുണ്ട്. ഗ്ലാസ് വന്നതാ, എനിക്കൊരു ഗ്ലാസ്, എനിക്കൊരു ഗ്ലാസ്. പ്ലേറ്റ് വന്ന് ഗൈസ്, പ്ലേറ്റ് സവാള വട ബോണ്ട്. ഫുഡ് വരെ എത്ര നേരം? വന്നു ഫുഡ് വന്നു. ഇനി യുദ്ധം തുടങ്ങും ഗൈസ്. പൊറോട്ട ഉണ്ട്. രണ്ട്. एक तेरा एक मेरा. एक तेरा एक मेरा. നിൽക്കുന്നു എല്ലാവർക്കും അതിന് സെൻറ്റർ വെച്ചോ. ചട്ടി മലരെ സ്നേഹിപ്പിൻ്റെ ടോണല്ലേ ചേഞ്ച് ആണ് ഗൈസ്. വേണ്ടോ നെയ്പ്പത്തിൽ ഇപ്പുറത്തേക്ക് രാജാക്ക് അപ്പുറത്തേക്ക്. മറ്റേ വഞ്ചി എന്നങ്ങനെ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് നിർത്തി നോക്കണ്ട നീ നോക്കുന്നത്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100. എല്ല് ചർച്ച ചെയ്യണം. ചിക്കൻ തിന്നൊരു കുറവ് ഫുഡ് എങ്ങനെയുണ്ട് ചെയ്യാവോ? ഫുഡ് അടിപൊളി. എന്ത് ചെല്ലുന്നവന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെയ്യുമോ കറക്റ്റ് ചെല്ലണം. ഫുഡ് എങ്ങനെയുണ്ട്? രക്ഷയില്ല മോനെ. ഫുഡ് ഒരു എങ്ങനെയുണ്ട്? എന്നെ വിളിക്കവാ ചെല്ലേ സാർ തറ ഫുഡ് എങ്ങനെയുണ്ടായി? സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഫുഡ് എങ്ങനെയുണ്ടായി? കാര്യമായി ഫുഡ് മസ്റ്റ് ട്രൈ. ഓക്കെ ലൊക്കേഷൻ എവിടെ? കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കുറച്ച് ചെറുക്കാലത്തേക്ക് പോകുന്ന റോഡ്. ഫുഡ് വില്ലേജ്. അപ്പൊ ഗൈസ് 2K അടി കഴിഞ്ഞ് ഇനി ഇതാ അത് ആടത്തോക്ക് ആ സിറ്റി സൂം ആക്കി അതിന്റെ വീത്തൊക്കെ കൊടിക്ക് വ്യൂ പോയിട്ടില്ല. ഞാൻ ചേട്ടന്റെ പണി എന്താ? പേടിക്കണ്ട, നായിനെ നായി വായിപ്പിക്കല. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. Oh God! You again? ചില പേരെന്തിച്ചാ? എന്റെ പേര് ജെയിന്. എന്റെ പണി എന്തിച്ചാ? എന്റെ പണി ഈട് നോക്കി ക്യാമറ നോക്കി ക്യാമറ. എനിക്ക് പണി ആരും തരുന്നില്ല. ഇച്ചാന്റെ പോരടിച്ചാ? എന്റെ പേര് ഇതേടെ അപ്പത്തെ കുഴപ്പമില്ല. ഓ ഇതാടെ. ഇച്ചാന്റെ ഫോൺ എതിച്ചാ? എന്നെ ഫോളാക്കി നിച്ചാ? ഇല്ല, എന്റെ കുത്തുന്ന ഫോൺ ഫോളാക്കാൻ കഴിയാ. ബസ് സ്റ്റാൻഡിലുള്ള നായി നേരം നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുദ്ധിജീവിടാ സ്റ്റാൻഡേർഡ് കണ്ണൂർ കോക്ടെയിൽ. ഇതിനകത്ത് കുഞ്ഞുണ്ട് ചേട്ടാ. നിക്ക് ചേട്ടാ, വേറെ ഇല്ല. നമുക്ക് ശ്വാസം അതെന്താക്കി ഒന്നേ ഭാരത്ത് വന്ന് ഗൈസ്. നോക്കൂ, എന്നിട്ട് ഇവിടെ നോക്കൂ.
അതിനെന്തെല്ലാം ഇപ്പൊ തല വരുന്ന ട്രെയിനിന് അതിനെന്തെല്ലാം ടിപ്പർ ഞാൻ ചൊല്ലിട്ടാ നല്ല ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ഒരു കൊല്ലം എന്തായി പോയിട്ട് കിട്ടിക്ക സാധനം കിട്ടി ചക്കര കിട്ടി എന്ത് പനി പനി വന്നിട്ടാ പനി ഡോക്ടേഴ്സിലേക്ക് പോയിട്ട് അഡ്മിറ്റ് ആക്കാൻ അതെന്താ ഗൈസ് അവിടെ ചെല്ലുന്നു പാടന്നെ ഞാൻ കൊടുക്കല സീറ്റ് രണ്ട് കോഴികൾ ഗൈസ് തമാശ ഹലോ ചേട്ടാ നീ സൈഡായിട്ട് വന്നിനാ അപ്പൊ ഇനി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഇവളെന്താ ഒരുമാതിരി വാവിടുത്തെ പശുവിനെ പോലെ ടൈം 1:16 എത്രയും രണ്ട് കാലം പോയ പോലെ നോക്ക് നമ്മള് എന്റെ സീറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ പിന്നെ പനിയായോണ്ട് ഫ്രണ്ട് സീറ്റ് കൊടുത്തിനെ അപ്പൊ ഓക്കെ ഗൈസ് ഞങ്ങൾ പോകുന്നു ഹാപ്പി സൺഡേ ബാക്കി നാളെ